ഫ്ലിപ്കാർട്ടിൽ അഫോർഡബിൾ പ്രൈസ്. അപ്പം ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്ലിപ്കാർട്ടിൽ ഓഫർ സെയിൽ നടക്കാറ്, അതുകൊണ്ട് എന്തെങ്കിലും ഓഫീസ് യൂസിന് അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ പോകും കുറച്ചൊന്നും എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ധാരാളമാണ്. ഇതാണ് എൻ്റെ വിഷുക്കൂടി ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഓയിൽ ടെക്സ്ചർ ഇല്ല, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ്, വേറെ സെറ്റായി കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ട് നല്ല സാധനമാണ്. ബാക്ക് ടു മെലീന ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എവിടെ വരെ എല്ലാവരുടെയും വിഷു. എൻ്റെ വിഷു വരെ ആയിട്ടുണ്ട്. രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. ഏകദേശം ഒരു 11 മണിയോടുകൂടി നമ്മൾ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് ഒരുങ്ങിയിട്ടില്ല, കുളിച്ച് ഡ്രസ്സൊക്കെ ഇടാൻ ഉള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാറ്. വേറെ ഒന്നുമല്ല, ഫ്ലിപ്കാർട്ടിൽ അഫോർഡബിൾ പ്രൈസ്. ഇതിൻ്റെ അകത്ത് നിറച്ചും സാധനങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിറച്ചല്ല, വേറൊരു പെട്ടിക്കകത്ത് നിറച്ചുകൊണ്ട് രണ്ടും കൂടി കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, രണ്ട് കയ്യിൽ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. എനിവേ, ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഓഫർ സെയിൽ നടക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ്, മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഓഫീസ് യൂസിന് അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ പോകും കുറച്ചൊന്നും എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ധാരാളമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു വിഷുവിന്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത് അത് നന്നായിരിക്കില്ലേ? അപ്പോൾ ഏകദേശം നമുക്ക് എങ്ങനെയാണ് ഇട്ട് കഴിയുമ്പോൾ ഉള്ളൊരു ലുക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് എൻ്റെ വിഷുക്കൂടി ഞാൻ തയ്ച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വേറൊരു ഷോൾ പെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും ഇടാം, വിഷുവൊക്കെ അല്ലേ, ഒരു ധാവണിയായിട്ട് മുഹൂർത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനത് പെയർ ചെയ്യുന്നുണ്ട്. പ്ലസ് ഇത് തയ്ക്കാനായിട്ട് നല്ല സമയം എടുത്തു കേട്ടോ. കാണുന്നവരൊന്നും അല്ല, ഏകദേശം ഒരു ദിവസം ഞാൻ ഈ ബ്ലൗസിന് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സിന്റെ മുകളിൽ കൂടെ ഞാൻ ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇനി പോകാൻ പോകുന്ന കളി എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള കളിയാണ്. എനിക്ക് യാതൊരു എന്താണ് മുൻപരിചയം ഇല്ലാത്തൊരു പരിപാടിയാണ് ഇപ്പം ഞാൻ ഈ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാവുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻകരുതൽ എന്നുള്ള രീതിയിൽ ടീഷർട്ട് എടുത്തിട്ടത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കൈ കാണാൻ അകത്ത സാധനം ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ ഞാൻ ജസ്റ്റ് എന്ന് പറയാം. ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു ടോണർ അപ്ലൈ ചെയ്തു. എൻ്റെ മോയ്സ്ചറൈസറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പ്രൈമറാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ഉള്ളൊരു പ്രൈമറാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു മാറ്റ് ഒരു ഫിനിഷ് നമുക്ക് തരും. അങ്ങനെയല്ല, ഓയിലി ടെക്സ്ചർ ഇല്ല, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതാണ് ഞാൻ പറഞ്ഞ 200 സാധനം എന്ന് പറഞ്ഞാൽ മില്യൺ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ പ്രൈമർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കളർ കറക്റ്റ് കൺസീലറാണ്. എനിക്കിവിടെ ചെറിയ എന്താണ് പറയുക ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, വലിയതല്ല എന്നാലും കുറച്ച്. ആൻഡ് ഗൈസ് ഇതാണ് എൻ്റെ സാധനം. ഇതിൽ ഏകദേശം ഒരു 6 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് കോംബോ ഓഫറിൽ എനിക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എമൗണ്ട് ഏകദേശം ഒരു 180 എമൗണ്ട് എങ്ങാണ്ട് വരുന്നുള്ളൂ, പക്ഷെ അഫോർഡബിൾ ആണ്. ഇപ്പോൾ ഡെയിലിയൊക്കെ യൂസിന് പറ്റും. ആൻഡ് ഹിയർ വി ഗോ. കൈ വെച്ചിരുന്ന് ബ്ലെൻഡ് ആക്കാം, കാരണം ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സെറ്റായി കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ട് നല്ല സാധനമാണ്. പിന്നെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. സെറ്റ്. ഇനി ഇതിൻ്റെ താഴെ എൻ്റെ ഷെയ്ഡിനെക്കാളും ഏകദേശം 3 ഷെയ്ഡ് ലൈറ്ററാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഒന്ന് കവറേജ് കൊടുക്കാനാണ് കേട്ടോ. കൺസീലർ ഫുൾ ആൻഡ് ഫുൾ കവറേജ് കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കൈ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രഷ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ അത്ര വലിയ കവറേജ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൈ യൂസ് ചെയ്തത്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. നല്ല വൃത്തിക്കൊന്ന് നിൽക്കാനായിട്ട് ഞാൻ മസ്കാരയുടെ ബ്രഷ് ഒന്ന് എടുത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ ഐ ഷാഡോസാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഐ ഷാഡോസൊക്കെ എന്തെങ്കിലും ഇഷ്ടംപോലെ കളേഴ്സൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഏകദേശം 2 എണ്ണമാണ് എനിക്കിതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കോംബോ ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാവേ. ഇതിൽ ഞാൻ പിങ്കും അതുപോലെ തന്നെ ഗ്ലിറ്റർ വരുന്നൊരു ബ്രൗൺ ഷെയ്ഡുമാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അതും ഫിനിഷായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഈ കയ്യിൽ ഇരിക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈലൈറ്ററിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതിപ്പോൾ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
എൻ്റെ എന്താണ് ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ എനിക്ക് ഡാസ്ലർ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പം എൻ്റെ മീൻസ് ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാസ്ലറാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ബാക്കിയുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഗ്രേ അല്ലെങ്കിൽ പുട്ടി അടിച്ച പോലെ നമ്മുടെ മുഖം ഇരിക്കും. എനിവേ ഞാൻ ഫൗണ്ടേഷൻ ഫുൾ ആൻഡ് ഫുൾ ഡോട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് കാതുൾപ്പെടെ കവറേജ് ചെയ്ത് വേണം ഇടാനായിട്ട്. നെക്കും കൂടി കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു മിസ്റ്റേക്കാണ് മുഖത്ത് മാത്രം നമ്മൾ സാധനങ്ങൾ ഇട്ടു കേട്ടോ. അപ്പോൾ എന്തിട്ടാലും ചെവിയിലും കഴുത്തിലും കൂടി ചേർത്തിടുക. ഇനി നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് ബ്ലഷാണ് കേട്ടോ. പിങ്ക് ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞ് ബ്രഷാണ്. എനിക്ക് ഈ ബ്രഷ് ഭയങ്കര ഇഷ്ടമാണ്. എനിവേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ണും എഴുതിയിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. കാരണം അത് എഴുതാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല, വിഷു ആയതുകൊണ്ട് തന്നെ. ഇത് ഹൈലൈറ്ററാണ്. ഇതിൽ 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റോസ് ഗോൾഡാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ അത് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും കളേഴ്സ് ഞാൻ കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ്, അതും അഫോർഡബിൾ പ്രൈസിലാണ്. ഇനി ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മാർസിൻ്റെ 8 എന്ന് പറഞ്ഞ ഷെയ്ഡും അതേപോലെ തന്നെ ഡാസ്ലറിൻ്റെ ഷെയ്ഡ് നമ്പർ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യണ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. കാരണം നമുക്ക് ബ്രൗണി ഗേൾസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഒറ്റ കളറിൽ അങ്ങ് നിൽക്കും. ചില ടൈമിൽ നമ്മുടെ ചുണ്ട് ഇരുണ്ട് പോലെ നിൽക്കും. നമ്മുടെ ചുണ്ട് എപ്പോഴും ലൈറ്റ് കളറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉള്ളിൽ എപ്പോഴും ലൈറ്റ് കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുഖം കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യണത്. യൂസ് ചെയ്യുമ്പോഴും നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസും തോന്നും കേട്ടോ. ഇനി നമ്മൾ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലാക്മേയുടെ കോമ്പാക്ട് പൗഡറാണ്. അതേപോലെ തന്നെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എക്സസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം മുഖത്തേക്ക് ഇടാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേക്ക് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർ ടോൺ ഏതാണോ അതനുസരിച്ച് മാത്രം ചൂസ് ചെയ്യുക. ഇടുമ്പോഴത്തേക്കും കഴുത്തിലും കാതിലും കൂടി ചേർത്തിട്ട് കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഫൗണ്ടേഷൻ ഉൾപ്പെടെ എല്ലാ പ്രൊഡക്ട്സും കേട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാൻ വേണ്ടി പോകണം. ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് ഫിക്സറാണ്. ഈ പ്രൊഡക്ട്സിനൊന്നും അത്ര വലിയ കോസ്റ്റ് ആയിട്ടില്ല. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വീശുവാണെങ്കിൽ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഗ്ലോസി എഫക്റ്റ് നമ്മുടെ മുഖത്ത് കാണാനായിട്ട് എനിക്ക് സാധിച്ചു കേട്ടോ. പ്രോപ്പർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം യൂസ് ചെയ്യണത്. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ ഉള്ള സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മുടിയുടെ ചിക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ നടുവേ ഒന്ന് വകഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വിഷുവിൻ്റെ കോടി എന്ന് പറയുന്നത്. അതും ഞാൻ തയ്ച്ചതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. കുളമായിരുന്നെങ്കിൽ അതിന്ന് ശരിയായി കിട്ടിയേനെ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പെയർ ചെയ്തതാണ് കേട്ടോ. ഈ ഷോൾ എന്ന് പറയുന്നത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് നല്ലൊരു കോമ്പിനേഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനവും ഇന്ന് എനിക്കുണ്ട് കേട്ടോ. പിന്നെ മുടി ഞാൻ കെട്ടുന്നത് കുളിപ്പിന്നൽ എന്നുള്ള രീതിയിലാണ്. കാരണം ധാവണി ആയതുകൊണ്ട് തന്നെ വേറെ എങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിലും ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കുളിപ്പിന്നലൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കെട്ടുന്നുണ്ട്. ഇനി കമ്മൽ നമുക്കൊന്ന് ഇടണം. അപ്പം ഞാൻ പഴയ കമ്മലാണ് കേട്ടോ ഇടുന്നത്. കാരണം ഞാൻ കമ്മൽ വാങ്ങാൻ മറന്നുപോയി. പിന്നെ നമ്മൾ എവിടെയും പോകുന്നില്ലല്ലോ. അപ്പം പിന്നെ ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സംഭവം അങ്ങിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇനി മാലയൊക്കെ ഒന്ന് മാറണം. കാരണം താലി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിന് ഒന്ന് സെറ്റാകുമ്പോഴത്തേക്കും താലി ഒന്ന് മാറിയിട്ട് നോർമൽ ഒരു മാലയായിട്ട് ഇടണമെന്നുള്ളത്. അപ്പം ഞാൻ ഇൻവിസിബിൾ ചെയിനിൽ ചെറിയൊരു പച്ച സ്റ്റോണുള്ള ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് സെറ്റായി എന്ന് വിചാരിച്ചപ്പോഴാണ് വളയിടാൻ മറന്നുപോയത്. അപ്പോൾ അങ്ങനെ റെയിൻ ഡ്രോപ്സ് ബാങ്കിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ കറക്റ്റ് കളറിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വളയും ഇടാം എന്നുള്ളൊരു പരിപാടിയിലാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുൾ ആൻഡ് ഫുൾ കോസ്റ്റ്യൂം എന്ന് പറയണത് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതും കഴിഞ്ഞ് ഞാൻ വാച്ചും കെട്ടിയിട്ടുണ്ട്. ഒരു കയ്യിൽ വാച്ച് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അപ്പുറത്ത് ഞാൻ 2 സൈഡിലും വളയിട്ടിട്ട് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. നോർമലി ഞാൻ വാച്ചാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പക്ഷേ ഒരു സാധനം കുറവുണ്ടല്ലോ. എന്താണ്? പൊട്ട്. അതും കൂടി വെച്ചപ്പോഴാണ് ഫുൾ ആൻഡ് ഫുൾ ഒരു ഒരു മൊത്തത്തിലൊരു നല്ലൊരു ഭംഗി വന്നത് അപ്പോഴാണ് എന്നെനിക്ക് തോന്നി കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇനി മുല്ലപ്പൂ ഒന്ന് വെക്കണമെന്നുണ്ട്. മുല്ലപ്പൂ കൃഷ്ണന് രാവിലെ ഇട്ടതാണ് ഉണ്ടായിരുന്നത്. അപ്പം കൃഷ്ണൻ വെച്ചത് അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ ഇട്ടതാവട്ടെ എന്നങ്ങ് വിചാരിച്ച് എടുത്തങ്ങ് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഗൈസ് മുല്ലപ്പൂക്ക് കൂടി ഒന്ന് സെറ്റ് ചെയ്തൊന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ആൻഡ് നിങ്ങൾക്ക് ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോ, നമ്മുടെ മേക്കപ്പ് എങ്ങനെയുണ്ട് എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ഫ്രം ജൂൺ ബൈ ലീന.